അകാരണമായ രോഗഭീതി, നിസ്സാരമായ ലക്ഷണങ്ങൾ പോലും അതിമാരകമായ രോഗങ്ങളുടെ മുന്നോടിയാണെന്നുള്ള ആശങ്ക മറ്റുള്ളവരിൽ ആക്ഷേപിക്കുന്നു. ഇനി നാലാമത്തെ വേറൊന്നാണ്, ഇദ്ദേഹത്തിൻ്റെ അവസാന ഭാഗത്ത് കുറേയധികം ഇദ്ദേഹം ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെ നിരീക്ഷിച്ച് പഠിക്കാനായിട്ട് പറയുന്നുണ്ട്. ഓരോ പ്രശ്നങ്ങളുടെയും കാരണം ഓരോ ഭാഗങ്ങളാണ്. അപ്പോൾ ആ ഭാഗങ്ങളുടെ ഒരു കോർഡിനേഷനായിട്ടാണ് കാര്യം നടക്കുന്നത്. അങ്ങനെ ഒന്നാണ് ദേജാവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ഇങ്ങോട്ട് കയറി വന്നു, അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി മാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അയാളെ കണ്ടു, കയറി വന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചിറങ്ങി പോകുമ്പോൾ അദ്ദേഹത്തെ തന്നെ കാണുന്നു. അപ്പം ഞാൻ ആലോചിക്കുന്നു, ഇങ്ങനെ ഞാൻ എവിടെയോ കണ്ടാണല്ലോ, എൻ്റെ സ്കൂളിൽ ഉപ്പാവ് ഉണ്ടാക്കുന്ന മാമനാണോ? സ്കൂളിൽ ഉപ്പാവ് ഉണ്ടാക്കുന്ന ആളല്ല, ഞാൻ മുമ്പേ കണ്ട ആളാണ്. പക്ഷേ എൻ്റെ ഷോർട്ട് ടേം മെമ്മറീസ് കൈകാര്യം ചെയ്യുന്ന ഏരിയാസിലല്ല ഇത് ഈ ഡേറ്റ ഫീഡ് ചെയ്തിരിക്കുന്നത്, ലോങ് ടേം മെമ്മറീസിലാണ്. അപ്പോൾ ഷോർട്ട് ടേം മെമ്മറി ഏരിയാസും ലോങ് ടേം മെമ്മറി ഏരിയാസും തമ്മിലുള്ള പരസ്പര വിരുദ്ധം കാരണം ഇപ്പം കണ്ട ഒരാളെ പണ്ടെങ്ങോ കണ്ടതായിട്ടുള്ള ബോധ്യം വളരെ പൂ പറിക്കുന്നത് പോലെ നിസ്സാരമായി നമുക്ക് തോന്നും. അതാണ് ചില സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ ഞാനിവിടെ വന്നിട്ടുണ്ട്, ചില അടുക്കളയിലൊക്കെ കയറുമ്പോൾ അയ്യോ ഞാനിവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഇതാണ് അത് തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇനി ടെലഫോൺ സിൻഡ്രോം